റഫീഖേ, പിന്നെ എനിക്ക് തരാനുള്ള പൈസേന്നേ 50 ആ സാധനം കൊടുത്താളാ കേട്ടോ. ബാക്കിയുള്ളത് പേരയിലും കൊടുത്താളാ. ചിലപ്പോൾ നമ്മൾ കാണണ്ടാവില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ പച്ചനായി കാട്ടിയത്? എടാ ഹലോ, എടാ മോനിട്ടും ഫോൺ എടുക്കണില്ല. മാത്രമല്ല ഓൻ്റെ ഒരു മാതിരി മെസ്സേജും വന്നാണ്. എനിക്ക് തോന്നുന്നതേ ഒന്ന് പോയി നോക്കേണ്ടി വരും ഓൻ്റെ അടുത്ത്. ഈ എവിടെ ഉള്ളേ? ആ ആയിക്കോട്ടെ, വാ 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 ഒന്ന് പോയി നോക്കാം കേട്ടോ. ആ മെസ്സേജില് എന്തോ ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ വരാം. നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അവിടെ എത്തണം. വേഗം മുട്ട ഇങ്ങോട്ട് നോക്കാനുള്ള. ഞാൻ താഴെ നമ്മളാ കുളത്തിന്റെ അടുത്ത്. അല്ലാതെ ചെങ്ങായി തന്നെ വീട്ടുകാരായിട്ട് അറിയിക്കാനായിട്ടില്ല കേട്ടോ. കുളത്തും പോയി നോക്കുക. അങ്ങോട്ട് നോക്കാം, അത് നോക്കാം. വാ വാ. എന്തൊരു കഥയാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് കൊറേ അതാ ഓനടാ അവിടെ ഇരിക്കണ്. അതാ ഈയിടെ എന്താണ് എന്റെ പ്രശ്നം? ഫോൺ സ്വിച്ച് മെസ്സേജ് ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല. എന്താ എന്റെ കയ്യില്? ഒന്നുമില്ല. എന്താ എന്റെ പ്രശ്നത്തെ? എന്താ സംഭവം? എന്താ ചേച്ചി ഓർക്ക് പിന്നെ വേണ്ടല്ലോ. ഇജേ ജാതി കണ്ട് എടുത്ത എന്താ ഇത്ര വലിയ പ്രശ്നം? എന്താ എനിക്ക് മടുത്ത്. ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. ഇന്നലെ വന്ന മെസ്സേജിനാണെങ്കിൽ ഇജ ഫോണൊന്ന് നോക്ക്. വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? രാത്രി 12 സംസാരിച്ചു. ഞാൻ ഇന്നലെ രാത്രി 12 മണി വരെ സംസാരിച്ചു. എന്താ കാരണം? പിന്നെ അങ്ങനെ എന്തെങ്കിലും വാക്കേറ്റത്തി ഉണ്ടായോ? ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് നോക്കും ഉപയോഗം നിർത്തിക്കാണ്ട്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിക്കാണ്ട് പൊട്ടി കുപ്പിയെത്തി ഓക്കെ ആള് മാറിയതാണല്ലോ അല്ലേ? അതിനല്ലേ പറഞ്ഞേ ഓരോ മാടാത്ത പണിയാണ്. ചിലക്കങ്ങൾ കാട്ടിയ ഓരോ ആള് മാറിയല്ലേ? ചിലക്കാൻ പോലെ അല്ലടാ, ആള് മാറി പറയുമ്പോ ആള് മാറിയതാണ്. ഓക്ക് ഞാനല്ലാതെ വേറെ ആളുണ്ടെന്നല്ല അതിനർത്ഥം. ചാടി കാര്യം പോകുന്ന നീന്താ അറിയാം. ഇതിന് കാര്യം പോന്നോട്ടെ. ഉറപ്പാ? ഓനൊരു കുളി അല്ലെങ്കിൽ ആവശ്യമുണ്ട്. കുളിച്ചൊക്കെ വൃത്തിയായിക്കോട്ടെ.